ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 2027 സെൻസസ് നടപടികൾക്ക് രാജ്യത്ത് ഇന്ന് തുടക്കമായി. സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയിലൂടെ വ്യക്തിഗത വിവരങ്ങൾ രേഖപ്പെടുത്തി രാഷ്ട്രപതി ദ്രൌപദി മുർമു. തിരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. ദേശീയ നേതാക്കളെയടക്കം മണ്ഡലങ്ങളിലെത്തിച്ച് പ്രചാരണം ആവേശകരമാക്കി മുന്നണികൾ. വോട്ടെടുപ്പ് ഇനി 8 ദിവസം മാത്രം. സംസ്ഥാനത്ത് ഉയർന്ന വേനൽ ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏർപ്പെടുന്ന പൊതുപ്രവർത്തകരും പൊതുജനങ്ങളും ഉദ്യോഗസ്ഥരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടെ രാജ്യത്ത് അടുത്ത 2 മാസത്തേക്ക് വേണ്ട ക്രൂഡ് ഓയിൽ ശേഖരം ലഭ്യമാണെന്ന് പെട്രോളിയം മന്ത്രാലയം. വാർത്തകൾ വിശദമായി. 2027 സെൻസസ് നടപടികൾക്ക് രാജ്യത്ത് ഇന്ന് തുടക്കമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയിലൂടെ വ്യക്തിഗത വിവരങ്ങൾ രേഖപ്പെടുത്തി. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ, സെൻസസ് കമ്മീഷണർ മൃത്യുഞ്ജയ് കുമാർ നാരായണൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് രാഷ്ട്രപതി പോർട്ടലിലൂടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഇന്ന് സെൽഫ് എന്യൂമറേഷനിലൂടെ വിവരങ്ങൾ നൽകി. 2 ഘട്ടങ്ങളായാണ് രാജ്യത്ത് ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നത്. മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഡിജിറ്റൽ രീതിയിലാണ് ഇക്കുറി സെൻസസ്. സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് ഇനി 8 ദിവസം മാത്രം ബാക്കി നിൽക്കെ ചൂടേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നണികൾ. ദേശീയ നേതാക്കളെയടക്കം മണ്ഡലങ്ങളിലെത്തിച്ച് പ്രചാരണം ആവേശകരമാക്കുകയാണ് സ്ഥാനാർത്ഥികൾ. കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ രാജ്നാഥ് സിംഗ് ഇന്ന് എറണാകുളം, തിരുവനന്തപുരം ജില്ലയിൽ NDA പ്രചാരണ യോഗങ്ങളെ അഭിസംബോധന ചെയ്തു. കേരള ജനത മാറ്റത്തിനായി തീരുമാനിച്ചതായും NDA വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും അദ്ദേഹം നെടുമങ്ങാട് പ്രചാരണ യോഗത്തിൽ പറഞ്ഞു. LDF-നും UDF-നുമെതിരെ ശ്രീ രാജ്നാഥ് സിംഗ് രൂക്ഷ വിമർശനങ്ങളും ഉന്നയിച്ചു. മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് ആലപ്പുഴയിലെ വിവിധ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിച്ചു. സംസ്ഥാനത്ത് ക്ഷേമവും വികസനവും മുന്നോട്ട് കൊണ്ടുപോകാൻ LDF കൂടുതൽ കരുത്തോടെ വിജയിക്കണമെന്ന് അദ്ദേഹം ആലപ്പുഴയിൽ പറഞ്ഞു. തെലങ്കാന മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ രേവന്ത് റെഡ്ഡി തിരുവനന്തപുരത്ത് UDF പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. UDF സംസ്ഥാനത്ത് അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞ രേവന്ത് റെഡ്ഡി കോൺഗ്രസ് കേരളത്തെ വികസനത്തിലേക്ക് നയിക്കുമെന്നും ചൂണ്ടിക്കാട്ടി. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള കൂടുതൽ ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെത്തുന്നുണ്ട്. NDA പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച തിരുവനന്തപുരത്തും തിരുവല്ലയിലുമെത്തും. UDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണാർത്ഥം കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി നാളെ തിരുവനന്തപുരത്തും കൊല്ലത്തുമെത്തും. LDF പ്രചാരണത്തിനായി RJD നേതാവ് തേജസ്വി യാദവ് ഇന്ന് സംസ്ഥാനത്തെത്തിയിരുന്നു. സംസ്ഥാനത്തെ എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളിലെയും സ്വകാര്യ വ്യവസായ കേന്ദ്രങ്ങളിലെയും ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്ക് വോട്ടെടുപ്പ് ദിവസമായ ഏപ്രിൽ 9 വേതനത്തോടു കൂടിയ അവധി അനുവദിക്കണമെന്ന് ഉത്തരവിട്ട് സംസ്ഥാന ലേബർ കമ്മീഷണർ സഫ്ന നസറുദ്ദീൻ. ഈ അവധിയുടെ പേരിൽ തൊഴിലാളികളുടെ വേതനത്തിൽ കുറവ് വരുത്താൻ പാടില്ല. അവധി നൽകുന്നത് സാരമായ നഷ്ടങ്ങൾക്കിടയാക്കുമെന്ന തരം തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് പ്രത്യേക അനുമതി നൽകേണ്ടതാണ്. IT, പ്ലാന്റേഷൻ, നിർമ്മാണ മേഖലകൾക്കും ഉത്തരവ് ബാധകമാണ്. സംസ്ഥാനത്ത് ഉയർന്ന വേനൽ ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏർപ്പെടുന്ന പൊതുപ്രവർത്തകരും പൊതുജനങ്ങളും ഉദ്യോഗസ്ഥരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. കൂടുതൽ സമയം ചൂടേൽക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം എന്നതിനാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. വിശദാംശങ്ങളിലേക്ക്. ഉയർന്ന താപനില അനുഭവപ്പെടുന്നതിനാൽ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ എപ്പോഴും കുടിവെള്ളം കയ്യിൽ കരുതണമെന്നും ദാഹം തോന്നിയില്ലെങ്കിലും കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുന്നത് ശീലമാക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. പകൽ 11 മണി മുതൽ 3 മണിവരെ നേരിട്ട് ശരീരത്തിൽ വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണം. കുട, തൊപ്പി, പാദരക്ഷകൾ എന്നിവ നിർബന്ധമായും ഉപയോഗിക്കണം. പൊതുയോഗങ്ങൾ, റാലികൾ, പ്രകടനങ്ങൾ, റോഡ് ഷോകൾ, സ്ഥാനാർത്ഥി പര്യടനങ്ങൾ എന്നിവ പരമാവധി വൈകുന്നേരം 4 മണിക്ക് ശേഷം സംഘടിപ്പിക്കുന്നതാണ് ഉചിതമെന്നും പകൽ സമയത്തെ പൊതുയോഗങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ സംഘാടകർ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പൊതുപരിപാടികളിൽ തിക്കും തിരക്കും മൂലമുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം. സ്ഥാനാർത്ഥികൾ, മാധ്യമപ്രവർത്തകർ, സുരക്ഷാ ചുമതലകളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങി കൂടുതൽ സമയം തുറസായ സ്ഥലങ്ങളിൽ തുടരേണ്ടിവരുന്നവർ നിർബന്ധമായും ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും കൃത്യമായ ഇടവേളകളിൽ വിശ്രമിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടുതൽ പരിസ്ഥിതി സൌഹൃദമാക്കാനുള്ള നടപടികൾ കണ്ണൂർ ജില്ലാ ശുചിത്വ മിഷൻ ആരംഭിച്ചു. എല്ലാ ബൂത്തുകളിലും ഹരിതചട്ടപ്പാലനം ഉറപ്പാക്കും. വിശദ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
ജൈവമാലിന്യത്തിനും പൊതുമാലിന്യത്തിനുമായി വേർതിരിച്ച ബിന്നുകൾ ഓരോ ബൂത്തിലും സ്ഥാപിക്കും. മാലിന്യ ശേഖരണം കാര്യക്ഷമമാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് ഹരിതകർമ്മസേന പ്രവർത്തകരെ നിയോഗിക്കും. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്കുള്ള ഭക്ഷണം കുടുംബശ്രീ മുഖേനയാണ് വിതരണം ചെയ്യുക. പാക്കിങ്ങിന് പുനരുപയോഗിക്കാവുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുകയും പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യും. കൂടാതെ ഓരോ ഗ്രാമപഞ്ചായത്തിലും അസിസ്റ്റന്റ് സെക്രട്ടറിയെ നോഡൽ ഓഫീസറായി നിയമിച്ച് ഹരിതചട്ടങ്ങൾ കർശനമായി നടപ്പാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ബാങ്കിംഗ് മേഖലയെ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഭേദഗതി ബില്ലിന് പാർലമെന്റ് അംഗീകാരം നൽകി. ലോക്സഭ കഴിഞ്ഞ ദിവസം തന്നെ പാസാക്കിയ ബില്ലിന് ഇന്ന് രാജ്യസഭയും അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര സായുധ പോലീസ് സേന പൊതുഭരണ ബില്ലും രാജ്യസഭ ഇന്ന് പാസാക്കി. ജൻവിശ്വാസ് ഭേദഗതി ബില്ലും ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ ഭേദഗതി ബില്ലും ലോക്സഭ പാസാക്കി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ രാജ്യത്ത് വിത്തിനങ്ങൾക്ക് ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഖാരിഫ് വിളകൾക്കായി 185 ലക്ഷം ക്വിന്റലിലധികം വിത്ത് ശേഖരം ലഭ്യമാണ്. കാർഷിക ആവശ്യങ്ങൾക്കുള്ള വിവിധ രാസപദാർത്ഥങ്ങളും രാജ്യത്ത് മതിയായ തോതിലുണ്ടെന്ന് കൃഷി വകുപ്പ് അഡീഷണൽ സെക്രട്ടറി മനിന്ദർ കൌർ അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാജ്യത്തെ അടുത്ത 2 മാസത്തേക്ക് വിതരണം ചെയ്യാൻ വേണ്ട ക്രൂഡ് ഓയിൽ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. രാജ്യത്തെ റിഫൈനറികൾ പരമാവധി ശേഷിയിൽ പ്രവർത്തിച്ചു വരികയാണ്. റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ ഇന്ധനക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ജോയിന്റ് സെക്രട്ടറി അറിയിച്ചു. രാജ്യത്ത് മെട്രോ നഗരങ്ങളിൽ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകളുടെ വില കൂട്ടി എണ്ണ കമ്പനികൾ. 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ 195 രൂപ 50 പൈസയുടെ വർധനവാണ് വരുത്തിയത്. ഗാർഹിക LPG സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. വിമാന ഇന്ധനത്തിന്റെ വിലയിലും വലിയ വർധനയുണ്ടായിട്ടുണ്ട്. പൈങ്കുനി ഉത്സവത്തിന് സമാപനം കുറിച്ച് ശബരിമല ക്ഷേത്രനട ഇന്നടയ്ക്കും. 10ാം ഉത്സവമായി ഇന്ന് പമ്പയിൽ ആറാട്ട് നടന്നു. ഉത്സവ പൂജകൾ പൂർത്തിയാക്കി രാത്രി 10-ന് നടയടയ്ക്കും. വിഷു മേടമാസ പൂജകൾക്കായി ഈ മാസം 10-നാണ് നട തുറക്കുക. യേശുക്രിസ്തുവിന്റെ തിരുവത്താഴ സ്മരണയിൽ നാളെ പെസഹ വ്യാഴം. ക്രൈസ്തവ ദേവാലയങ്ങളിൽ നാളെ കാൽക്കഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടക്കും. കുരിശുമരണത്തിന് മുൻപ് യേശുദേവൻ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിന്റെയും അവർക്കൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിന്റെയും സ്മരണയിലാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ പെസഹ ആചരിക്കുന്നത്. ക്രിസ്തീയ ഭവനങ്ങളിൽ നാളെ വൈകുന്നേരം അപ്പം മുറിക്കൽ ചടങ്ങുകൾ നടക്കും. കുരിശുമരണത്തിന്റെ സ്മരണയിൽ മറ്റന്നാൾ ദുഃഖവെള്ളി ആചരിക്കും. ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴിയും പ്രത്യേക പ്രാർത്ഥനകളും നടക്കും. ഉയിർത്തെഴുന്നേൽപ്പിന്റെ സ്മരണ പുതുക്കി ഞായറാഴ്ചയാണ് ഈസ്റ്റർ വന്നെത്തുന്നത്. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട ഇന്ന്. നാളെയാണ് ആറാട്ട് ചടങ്ങുകൾ. ആറാട്ട് ഘോഷയാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ റൺവേ നാളെ വൈകുന്നേരം 4:45 മുതൽ രാത്രി 9 മണിവരെ അടച്ചിടും. ഈ സമയത്തുള്ള ആഭ്യന്തര രാജ്യാന്തര വിമാന സർവീസുകൾ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്തിനെ കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. നിലവിൽ എറണാകുളം സബ് ജയിലിലാണ് രഞ്ജിത്ത്. സിനിമാ ചിത്രീകരണ സ്ഥലത്ത് വെച്ച് നടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിലാണ് നടപടി. പെരുമ്പാവൂരിൽ മോഷണക്കുറ്റം ആരോപിച്ചുണ്ടായ മർദ്ദനത്തെ തുടർന്ന് അസം സ്വദേശിയായ അതിഥി തൊഴിലാളി നൂർ ഹുസൈൻ മരിച്ച സംഭവത്തിൽ 6 പേർ പോലീസ് കസ്റ്റഡിയിൽ. അസം സ്വദേശികളെയാണ് പെരുമ്പാവൂർ പോലീസ് സംഭവസ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തത്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ലക്നൌ 14-ാം ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 108 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ ഡൽഹി ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 2027 സെൻസസ് നടപടികൾക്ക് രാജ്യത്ത് തുടക്കമായി. സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയിലൂടെ വ്യക്തിഗത വിവരങ്ങൾ രേഖപ്പെടുത്തി രാഷ്ട്രപതി ദ്രൌപദി മുർമു. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. ദേശീയ നേതാക്കളെ അടക്കം മണ്ഡലങ്ങളിൽ എത്തിച്ച് പ്രചാരണം ആവേശകരമാക്കിയ മുന്നണികൾ. വോട്ടെടുപ്പിന് ഇനി 8 ദിവസം മാത്രം. സംസ്ഥാനത്ത് ഉയർന്ന വേനൽ ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏർപ്പെടുന്ന പൊതുപ്രവർത്തകരും പൊതുജനങ്ങളും ഉദ്യോഗസ്ഥരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടെ രാജ്യത്ത് അടുത്ത 2 മാസത്തേക്ക് വേണ്ട ക്രൂഡ് ഓയിൽ ശേഖരം ലഭ്യമാണെന്ന് പെട്രോളിയം മന്ത്രാലയം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.